എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. കണ്ണാരം പൊത്താനും മണ്ണപ്പം ചുടുവാനും താപ്പാന കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. അമ്മ തന്നോട്ടം അതുപോലില്ല വേറൊരു നേട്ടം. അമ്മിന്നപ്പാലും തേൻമൊഴിപ്പാട്ടും മാറിൻ ചൂടിലെ താരാട്ടും എന്നെന്നും ഓർമ്മകളായി ചേരാനായി എന്നുള്ളിൽ നേരിൻ മൊഴികൾ നൂറുണ്ടേ. അമ്മക്കായി പകരം ഞാൻ എന്തെല്ലാം ചെയ്താലും ആവില്ലൊന്നും തുല്യമതായി. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. കണ്ണാരം പൊത്താനും മണ്ണപ്പം ചുടുവാനും താപ്പാന കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. ഒരിക്കൽ രാജാവും മന്ത്രിയും കൊട്ടാരത്തിലെ ചുമരിലുള്ള പെയിന്റിങ്ങുകൾ നോക്കി നിൽക്കുകയായിരുന്നു. മന്ത്രി, എന്ത് രസമാണല്ലേ ഈ പെയിന്റിങ്ങുകൾ കാണാൻ. അതെ പ്രഭു, എല്ലാം ജീവനുള്ള ചിത്രങ്ങൾ. മന്ത്രിക്കറിയാമല്ലോ, പെയിന്റിങ്ങുകൾ വളരെ ഇഷ്ടമാണ്. ഒരാഴ്ചക്കുള്ളിൽ മന്ത്രി എനിക്ക് ഒരെണ്ണം വരച്ചു തരൂ. എന്നാൽ രാജാവിന്റെ ആഗ്രഹം കേട്ട് മന്ത്രി ആശയക്കുഴപ്പത്തിലാകുന്നു. പ്രഭു, ഒരു വര പോലും നേരാവണ്ണം വരയ്ക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെ അങ്ങയുടെ ആഗ്രഹം സാധിക്കും? എന്ത്? നിങ്ങൾ എന്റെ ആജ്ഞ നിരസിക്കുകയാണോ? എനിക്കൊന്നും കേൾക്കണ്ട. മനോഹരമായ ഒരു പെയിന്റിംഗ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരാഴ്ച സമയം തരുന്നു. അല്ലാത്ത പക്ഷം നിങ്ങളെ തൂക്കിലേറ്റും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രിക്ക് രാജാവ് പറഞ്ഞ പോലെ മനോഹരമായ പെയിന്റിംഗ് നിർമ്മിക്കാനുള്ള ആശയം കിട്ടി. മന്ത്രി ഒരാഴ്ചയ്ക്ക് ശേഷം തുണിയിൽ പൊതിഞ്ഞ ഒരു പെയിന്റിങ്ങുമായി രാജാവിനെ കാണാൻ വന്നു. കൊള്ളാം, എനിക്കറിയാമായിരുന്നു താങ്കൾക്ക് മനോഹരമായ പെയിന്റിംഗ് വരയ്ക്കാൻ കഴിയുമെന്ന്. എവിടെ? കാണട്ടെ. മന്ത്രി രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെയിന്റിംഗ് അനാവരണം ചെയ്തു. ക്യാൻവാസിൽ നിലത്തിന്റെയും ആകാശത്തിന്റെയും ഒരു പെയിന്റിംഗ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്താണ് മന്ത്രി? പ്രഭു, ഞാൻ ഇത് ഭാവനയിൽ വരച്ച ചിത്രമാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇത് പശു പുല്ല് തിന്നുന്ന ചിത്രമാണ്. എന്നിട്ട് പശുവും പുല്ലും എവിടെ? പുല്ലും പശു തിന്നു കളഞ്ഞു. അപ്പോൾ പശു എവിടെ? പശു പുല്ല് മുഴുവൻ തിന്നു തീർത്തല്ലോ. അപ്പോൾ തരിശായി കിടന്ന ഒരു തുണ്ട് ഭൂമിയിൽ പശു നിന്നിട്ട് എന്ത് കാര്യം? പശുവിന്റെ ആലയിലേക്ക് തിരികെ പോയി. ഈ മന്ത്രിയുടെ കാര്യം. നിങ്ങളുടെ ഇതുപോലുള്ള രസികൻ മറുപടികൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ താങ്കളെ ഏൽപ്പിക്കുന്നത്. അതെനിക്കറിയാം പ്രഭു. കലാപരമായ കഴിവ് അത് ഏതുമായി കൊള്ളട്ടെ, അത് ദൈവം ജന്മനാ ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ്. അതൊരു സുപ്രഭാതത്തിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. ശരിയാണ്, നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു. അത് പറഞ്ഞപ്പോഴാണ് മന്ത്രി നമ്മൾ തീരുമാനിച്ച പ്രകാരം ദാനം നൽകാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിലെ കാഴ്ച വൈകല്യമുള്ളവരുടെ ലിസ്റ്റ് കൊട്ടാരവാസികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരവിടെ? ആ ലിസ്റ്റ് കൊണ്ടുവരൂ. പ്രഭു, ഈ ലിസ്റ്റ് അപൂർണമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്?
നമ്മുടെ ദാനം രാജ്യത്തിലെ യഥാർത്ഥ കാഴ്ച വൈകല്യമുള്ളവരുടെ കൈകളിൽ തന്നെ എത്തണം. അത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മൾ മനഃപൂർവമോ അല്ലാതെയോ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു ദിവസത്തെ സമയം തരൂ. ഞാൻ ശരിയായ ഒരു ലിസ്റ്റ് അങ്ങേക്ക് സമർപ്പിക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ അടുത്ത ദിവസം മന്ത്രി ഒരു പഴയ കട്ടിലിന്റെ ഫ്രെയിം എടുത്ത് ഒരു ചരട് ഉപയോഗിച്ച് കട്ടിൽ നെയ്യാൻ തുടങ്ങി. മന്ത്രി, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്നാൽ മന്ത്രി മറുപടി ഒന്നും പറയാതെ ഭടനോട് എന്തോ പിറുപിറുത്തു. ഭടൻ ചുരുളിൽ എന്തോ എഴുതി. താമസിയാതെ ഒരു ജനക്കൂട്ടം മന്ത്രിക്ക് ചുറ്റും കൂടി. ഓരോ തവണയും ആരെങ്കിലും മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി തന്റെ ഭടനോട് പിറുപിറുക്കും. ഭടൻ ചുരുളിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കും. മന്ത്രിയുടെ ഈ പെരുമാറ്റം രാജാവ് അറിഞ്ഞു. രാജാവും മന്ത്രിയെ കാണാൻ പട്ടണത്തിലെത്തി. മന്ത്രി, താങ്കൾ എന്താണ് ചെയ്യുന്നത്? മറുപടി പറയാതെ മന്ത്രി തന്റെ ഭടനോട് വീണ്ടും പിറുപിറുത്തു. ഭടൻ വീണ്ടും ചുരുളിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു. മന്ത്രി ഭടന്റെ കയ്യിൽ നിന്നും ചുരുൾ വാങ്ങി രാജാവിന് കൈമാറി. പ്രഭു, ഇതാ താങ്കൾ പറഞ്ഞ അന്ധന്മാരുടെ ലിസ്റ്റ്. രാജാവ് അത് നോക്കി. പട്ടികയിൽ അവസാനം തന്റെ പേര് കണ്ട് ഞെട്ടി. ഇതെന്ത് വിഡ്ഢിത്തമാണ്? എന്തുകൊണ്ടാണ് എന്റെ പേര് ലിസ്റ്റിൽ ചേർത്തത്? പ്രഭു, താങ്കളും ലിസ്റ്റിലെ മറ്റുള്ളവരും ഞാൻ എന്റെ കട്ടിൽ നെയ്യുകയാണെന്ന് വ്യക്തമായിട്ടും എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ലിസ്റ്റിൽ ഇടം അർഹിക്കുന്നില്ലേ? കണ്ണുണ്ടായാൽ മാത്രം പോരാ, കണ്ണ് തുറന്ന് നമുക്ക് കാണാൻ കഴിയണം. ചെവി ഉണ്ടായാൽ മാത്രം പോരാ, ചെവി തുറന്ന് കേൾക്കണം. തിരിച്ചറിവ് എന്നത് മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത കഴിവാണ്. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം. അങ്ങനെ ബുദ്ധിമാനായ മന്ത്രിയിൽ നിന്നും രാജാവും പ്രജകളും ഒരു കാര്യം കൂടി പഠിച്ചു. ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണ് തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ്
കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. പണ്ട് പണ്ടൊരു കാട്ടിൽ സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു. അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തൊപ്പി എപ്പോഴും ധരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി, ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു. ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ദാ മുത്തശ്ശിക്ക് വേണ്ടി കുറച്ച് പഴങ്ങളാണ് ഇതിലുള്ളത്. ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്കാം. മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാകും. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഇത് കേട്ടതും ചുവന്ന സുന്ദരി തന്റെ ചുവപ്പ് തൊപ്പി നേരെയാക്കി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു ആന നടന്നു വന്നത്. അല്ല, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് ഈ നേരത്തൊരു യാത്ര? മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. കൂട്ടിന് വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? അത് കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ. എന്തായാലും സൂക്ഷിച്ചു പോണേ. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരിക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. എന്താ? ഓക്കേ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. നമസ്കാരം. എങ്ങോട്ടേക്കാണ്? ഒറ്റയ്ക്കൊരു യാത്ര. എന്താണ് ഈ കുട്ടയിൽ? എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത്. എന്തായാലും നന്നായി. എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എവിടെയാ മുത്തശ്ശിയുടെ വീട്? മഞ്ചാടിക്കുന്നിനപ്പുറമാണ്. ഓ, കുറച്ചു പോകാനുണ്ട് അല്ലേ? എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം. ഓക്കേ, എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ. ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി. ഇവൾ അവിടെ എത്തുമ്പോഴേക്കും കുറുക്കു വഴിയിലൂടെ പോയി മുത്തശ്ശിയെ പിടിക്കാം. എന്നിട്ട് ഇവളെ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി മുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. സമയം കുറുക്കൻ തന്റെ കുറുക്കു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി. ജനൽ വഴി കുറുക്കൻ പതുക്കെ തലയിട്ട് നോക്കി. പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു. എല്ലാം പെട്ടെന്നായത് കൊണ്ട് തന്നെ നടന്നതെന്തെന്ന് കുറുക്കന് മനസ്സിലായില്ല. അവന് ദേഷ്യം വന്നു. കുറുക്കൻ വീട്ടിലേക്ക് കയറി. കൊള്ളാം. ഈ മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും ഈ പുതപ്പും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും. കുറുക്കൻ അവിടെ തൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും തൊപ്പിയും കൈക്കലാക്കി. അതിനുശേഷം സോഫയിൽ പുതച്ചു മൂടിക്കിടന്നു. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു, ആരായത്? മുത്തശ്ശി, വാതിൽ തുറക്ക്. ഇത് ഞാനാ, മുത്തശ്ശിയുടെ ചെറുമോളാ. ഉള്ളിലേക്ക് വരൂ മോളെ. മുത്തശ്ശി ഈ സോഫയിൽ കിടക്കുന്നുണ്ട്. തീരെ വയ്യ. മോളങ്ങോട്ടൊന്ന് വന്നേ.
കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു. തല തുണി കൊണ്ടും മൂടി. മുത്തശ്ശിക്ക് തീരെ വയ്യ അല്ലേ? അതെ മോളിന്ന് അടുത്തേക്ക് വന്നേ. മുത്തശ്ശിയുടെ ചെവി എന്താ ഇങ്ങനെ? സുഖമില്ലാഞ്ഞിട്ടാ മോളെ, ചെവി വേദനയാണ് മോളെ, അതുകൊണ്ടാണ് ചെവി വലുതായത്. അയ്യോ, മുത്തശ്ശിയുടെ രണ്ട് സൈഡിലുള്ള പല്ലും വലുതായിട്ടുണ്ടല്ലോ. പല്ലുവേദനയുണ്ടോ? ഓ ഉണ്ട്. ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇല്ല മോളെ. ഇപ്പൊ എനിക്ക് വിശപ്പിന്റെ വേദനയാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. അപ്പോഴാണ് ഒരാന അതുവഴി നടന്നു പോയത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, രക്ഷിക്കണേ. ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. ഇത് കേട്ട കുറുക്കൻ പേടിച്ചു വിറച്ചു. ആനയെ കണ്ടതും കുറുക്കൻ പേടിച്ചോടിപ്പോയി. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണപുരം രാജ്യത്തെ രാജാവിന്റെ മകനായ രാജകുമാരനും മന്ത്രിയുടെ മകനായ മന്ത്രികുമാരനും കൂടി പൂന്തോട്ടത്തിൽ കളിച്ചു രസിച്ചും പല കഥകൾ പറഞ്ഞും കുതിരസവാരി നടത്തിയും അമ്പും വില്ലും തൊടുത്തു വിട്ടു കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്നാണ് രാജകുമാരന് ഒരാശ തോന്നിയത്. മന്ത്രികുമാര, നമുക്കിവിടം കളിച്ചു മടുത്തു. നമുക്കൊന്ന് കാട് ചുറ്റാൻ പോയാലോ? കാട് ചുറ്റാനോ? അയ്യോ ഞാനില്ല, എനിക്ക് പേടിയാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ കുതിരകളുമായല്ലേ പോകുന്നത്. കൊട്ടാരത്തിലെ കുതിരകൾ നമ്മളെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നമുക്ക് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട് മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്യാം. എന്നാലും ഒരെന്നാലുമില്ല. വാ, നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് സമ്മതം ചോദിക്കാം. അവർ രണ്ടുപേരും രാജസന്നിധിയിലെത്തി. രാജകുമാരൻ രാജാവിനെ വണങ്ങി. എന്താ മകനെ? പിതാവേ, എനിക്കും മന്ത്രികുമാരനും ഒരു ആശ. ആഹാ, ആശയോ? എന്താണ് ആ ആശ? പറയൂ, നാം കേൾക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വനത്തിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട് പ്രഭു. അങ്ങ് സമ്മതിച്ചാലും. ആരെവിടെ? പറഞ്ഞാലും പ്രഭു. നമ്മുടെ മന്ത്രിയെ നാം കാണാൻ ആഗ്രഹിക്കുന്നു. അറിയിച്ചാലും. ഉത്തരവ്. ഭടന്മാർ അറിയിച്ചത് പ്രകാരം മന്ത്രി വന്നു. മന്ത്രി രാജാവിനെ വണങ്ങി. എന്താണാവോ അങ്ങും എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, നമ്മുടെ കുമാരന്മാർക്ക് കാട്ടിൽ പോകാൻ ആഗ്രഹം. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? പ്രഭു, കഴിഞ്ഞ തവണ തന്നെ അങ്ങ് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പോരാത്തതിന് വലിയ ജന്തുക്കളും വൻ നദികളും വിഷപ്പാമ്പുകളും ഉള്ളതല്ലേ. അവ നമ്മുടെ മക്കളെ ആക്രമിക്കില്ലേ പ്രഭു? ഒരു നിമിഷം രാജാവ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് കുമാരന്മാരോടായി പറഞ്ഞു, മന്ത്രി പറഞ്ഞതാണ് ശരി. നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്താ? നിരാശരായി കുമാരന്മാർ രാജസന്നിധിയിൽ നിന്നും പുറത്തു കടന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ദിവസം 2 പേരും ആരും അറിയാതെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജസന്നിധിയിൽ ഒരു ഭടൻ ചെന്ന് പറഞ്ഞു, പ്രഭു, കുമാരന്മാരെ കാണുന്നില്ല. എന്ത്? കുമാരന്മാരെ കാണുന്നില്ലെന്നോ? ഉദ്യാനത്തിലും തോട്ടത്തിലും നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയൊന്നും കുമാരന്മാരെ കാണുന്നില്ല. രാജാവും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി. 2 പേരും എന്തോ സംസാരിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ആരെവിടെ? കൽപ്പിച്ചാലും. നമ്മുടെ കുമാരന്മാർ വനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവരെ പിന്തുടരുക. എവിടെ കണ്ടെത്തിയാലും ആ പ്രയാണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. ഉത്തരവ്. ഈ സമയം കുമാരന്മാർ പല ഉല്ലാസ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. 2 ആളുടെ വശങ്ങളിലും അവരവരുടെ ഭാണ്ഡങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പഴങ്ങൾ പറിച്ചു തിന്നും കാഴ്ചകൾ കണ്ടും യാത്ര തുടർന്നു. നമ്മുടെ ഈ യാത്ര നമ്മുടെ പിതാക്കൾ അറിയാതെയാണ് രാജകുമാര. ദൈവകോപം ഉണ്ടാകും. നമുക്ക് ചുറ്റും കാടാണ്. സമയം ഏറെ ഇരുട്ടി തുടങ്ങി. നമുക്ക് മടങ്ങിയാലോ? അത് കഴിയില്ല. നമുക്ക്
നമുക്ക് മടങ്ങാൻ തീരെ കഴിയാത്തത്ര ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല നാം ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ആ കാണുന്ന അരുവിയിൽ നിന്ന് കൈയും മുഖവും എല്ലാം കഴുകി വിശ്രമിക്കാം. എന്നിട്ട് വെളുപ്പിന് മടങ്ങാം. അവർ കുതിരകളെ പാറയോടടുത്തുള്ള മരത്തിൽ ബന്ധിച്ചു തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും അംഗശുദ്ധി വരുത്തി. കയ്യിലുള്ള ഭാണ്ഡവുമായി പാറയുടെ മുകളിൽ കയറി ഭാണ്ഡം അഴിച്ച് ഭക്ഷണം കഴിച്ചു. ആകാശത്തേക്ക് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി രാജകുമാരൻ ചോദിച്ചു, ഇപ്പോൾ നേരം എന്തായിട്ടുണ്ടാകും? പാതിരയോടടുത്തായി. പൂർണ്ണചന്ദ്രനെ മേലെ കണ്ടില്ലേ രാജകുമാര? നമുക്ക് കൊട്ടാരം വിട്ട് വരേണ്ടിയിരുന്നില്ല അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. മന്ത്രികുമാരൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിക്കിടന്നു. അങ്ങനെ അരുവിയിലെ കളകള ശബ്ദവും ചില ജീവികളുടെ നേരിയ ശബ്ദവും കേട്ട് അവ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് അരുവിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഇത് കേട്ട മന്ത്രികുമാരൻ ഉണർന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു സിംഹം അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇത് കണ്ട മന്ത്രികുമാരൻ രാജകുമാരനെ രക്ഷിക്കണം എന്ന് കരുതി രാജകുമാരനെ ഒച്ചയുണ്ടാക്കാതെ തട്ടി വിളിച്ചു. കുമാരൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നമ്മൾ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ആ കാണുന്ന മരത്തിന് മുകളിൽ ശബ്ദമുണ്ടാക്കാതെ കയറിയിരിക്കുക. വേഗം ചെല്ലു. രാജകുമാരന് മന്ത്രികുമാരനെ വിശ്വാസമായിരുന്നു. രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. മന്ത്രികുമാരൻ അവിടെ ആ പാറപ്പുറത്ത് ചത്തതുപോലെ മലർന്നു കിടന്നു. അവന്റെ അടുക്കലെത്തിയ സിംഹം അവനെ മണപ്പിച്ചു നോക്കി. ശ്വാസം പോലും ഇടാതെ അനങ്ങാതെ കിടന്ന മന്ത്രികുമാരൻ ചത്തെന്ന് കരുതി സിംഹം മടങ്ങിപ്പോയി. ആ കാട്ടിലെ മൃഗങ്ങൾ ശവം ഭക്ഷിക്കാറില്ലത്രേ. സിംഹം പോയെന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങിയ രാജകുമാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, മന്ത്രികുമാര, നിനക്ക് എവിടെ നിന്നും ഇത്രയും ധൈര്യം കിട്ടി? നന്ദിയുണ്ട് കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. പെട്ടെന്ന് കുളമ്പടി ശബ്ദം കേട്ടു. കുമാരന്മാരെ കണ്ടതിൽ ഭടന്മാർക്ക് സന്തോഷമായി. അവരെയും കൊണ്ട് കൊട്ടാരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. എല്ലാവരും കൊട്ടാരത്തിലെത്തി. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും കുമാരന്റെ ധീരതയെ പ്രശംസിക്കുകയും മന്ത്രികുമാരന് വേണ്ട സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ മന്ത്രികുമാരനെ രാജകുമാരന്റെ അംഗരക്ഷകനായി രാജാവ് നിയമിച്ചു. ഹോംവർക്ക് ചെയ്തവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. എന്തു പറ്റി ജോമിയ? ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ? കൈനീട്ട്, ഇനി മറക്കാതിരിക്കാനാണ്. അയ്യോ തന്നല്ലേ മിസ്, ഇനി ഞാൻ മറക്കില്ല. തന്നല്ലേ മിസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്വപ്നമായിരുന്നോ? ഭാഗ്യം. ഞാൻ ഇന്നും ഹോംവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ജോമി, എഴുന്നേക്കുന്നില്ലേ? സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നേരം വൈകിട്ടോ? വയ്യമ്മേ, സുഖമില്ല. വല്ലാത്ത ക്ഷീണം. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെങ്ങനെയാ? കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല. മഴ കൊണ്ടുവരും, പിന്നെ പനി പിടിക്കില്ലേ? നിൽക്ക്, ഞാൻ മരുന്നെടുത്ത് വരാം. അങ്ങനെ ആ ഐഡിയ ഫലിച്ചു. അപ്പൊ ഇന്നും ഹോംവർക്ക് ചെയ്യണ്ട, സ്കൂളിലും പോകണ്ട. ജോമി, ഈ മരുന്ന് വേഗം കുടിക്ക്. നാളെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം, എന്നാലേ പനി മാറുകയുള്ളൂ. സാരമില്ല, കുറച്ചു നേരം കിടന്നോ. ഒന്ന് വിയർത്താൽ ശരിയാവും. അമ്മയൊന്ന് ഉഷാന്റിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. ഓ, എന്തൊരു കയ്പാ മരുന്നിന്. സാരമില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. എന്തായാലും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി സുഖമായി ഉറങ്ങാം. അയ്യോ അമ്മേ, എനിക്ക് വയറ് വേദനിക്കുന്നേ. അയ്യോ, പനിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് കുടിച്ച മരുന്ന് കൊണ്ടാണോ ഇനി വയറുവേദന? അമ്മേ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അമ്മ
ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കള്ളവും വിളിച്ചിട്ടാവും. അത് വേണ്ട. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഐഡിയ. ഡാഡി വയറുവേദന വരുമ്പോൾ കുടിക്കുന്ന ഒരു മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കാം. യെസ്, ഇത് തന്നെ. അമ്മ വരുന്നതിന് മുന്നേ ഈ മരുന്നെടുത്ത് കഴിക്കാം. ജോമി, എന്താണ് ഡാഡിയുടെ മെഡിസിൻ ബോക്സിൽ? അത് ഒന്നുമില്ല അമ്മേ. ജോമി നോക്ക്, മരുന്ന് നിനക്ക് കളിക്കാനുള്ളതല്ല, അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്. അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. മുതിർന്നവരുടെ മരുന്ന് കുട്ടികളും കുട്ടികളുടെ മരുന്ന് മുതിർന്നവരും ഡോക്ടറുടെ സമ്മതമില്ലാതെ കഴിക്കാൻ പാടില്ല. സോറി മമ്മി, ഞാൻ ഓവർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പണി അഭിനയിച്ചതായിരുന്നു. സാരമില്ല, പോട്ടെ. ഇനി ശ്രദ്ധിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം. അമ്മ പറഞ്ഞു തരാം. താങ്ക് യു മമ്മി. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹവും കുറുക്കനും ജീവിച്ചിരുന്നു. പ്രഭു, പണ്ടത്തെ പോലെ ഇപ്പൊ നമുക്ക് ഇരകളെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന സത്യം നമ്മൾ ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഈ കാടിന് ഇത് എന്ത് പറ്റി? പണ്ടൊക്കെ എന്തോരം മൃഗങ്ങളായിരുന്നു. മുയലുകൾ, മാനുകൾ. ഹോ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. എല്ലാവർക്കും വിവരം വെച്ചു പ്രഭു. എന്ത്? അല്ല, എല്ലാവരും വീട്ടിൽ ടിവിയിലും മൊബൈലിലും കുത്തിയിരിപ്പല്ലേ. പിന്നെ എങ്ങനെ കാട്ടിലേക്ക് ഇറങ്ങാൻ നേരം കാണും? അത് ശരിയാണ്. പിന്നെ പഴയ പോലെ ഇപ്പോൾ ഓടിച്ചാടി ഇര പിടിക്കാനൊന്നും വയ്യടാ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? സമയാസമയം ഭക്ഷണം കഴിക്കണ്ടേ? അത് ശരി. എന്ത് ചെയ്യണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ നിന്നെ മന്ത്രിയാക്കി വെച്ചത് എന്തിനാ? ആലോചിക്കടോ. അങ്ങനെ അവർ രണ്ടുപേരും തല പുകഞ്ഞാലോചിച്ചു. അങ്ങനെ ആലോചിച്ചാലോചിച്ച് കുറുക്കൻ ഒരു സൂത്രം കണ്ടെത്തി. പ്രഭു, ഒരു ഐഡിയ. തല്ല് കിട്ടുന്ന ഐഡിയ വല്ലതുമാണേ പറയണ്ട. ഇത്തവണ തല്ല് കിട്ടില്ല. കാട്ടുമുത്തപ്പനാണേ സത്യം. പറ കേൾക്കട്ടെ. അങ്ങയുടെ കാലം കഴിയാറായി. ആര് പറഞ്ഞു? നിന്നെ ഞാൻ? അയ്യോ പ്രഭു, അങ്ങനെയല്ല. ഞാൻ ഐഡിയ പറയട്ടെ. ഐഡിയ ആയിരുന്നോ? പറ. അങ്ങയുടെ കാലം കഴിയാറായി എന്നും മരിക്കുന്നതിനു മുമ്പ് അങ്ങയുടെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നും അതിന് അങ്ങ് ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാട്ടിൽ പാട്ടാക്കാം. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഇവിടെ ഗുഹയിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. എങ്ങനെയുണ്ട്? സബാഷ്. നിന്നെ വെറുതെയല്ല കുറുക്കൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വേഗം ചെല്ല്. വിശന്നിട്ട് വയ്യ. ഓരോരുത്തരോടുമായി വരാൻ പറ. അങ്ങനെ കുറുക്കൻ അവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് അതുവഴി ഒരു കിളി പറന്നു വന്നത്. കാട്ടിലെ പത്രമാണ് വായാടിക്കിളി. കാട്ടിൽ എല്ലായിടത്തും വാർത്ത എത്തിക്കുന്നത് ഈ വായാടിക്കിളിയാണ്. കുറുക്കൻ വായാടിക്കിളിയെ കണ്ടതും പറഞ്ഞു, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇവളോട് തന്നെ ആ ഐഡിയ പറയാം. ഹായ് കിളിപ്പെണ്ണേ, രാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര? കുട്ടികൾക്ക് ഭക്ഷണം തേടി ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. എന്താ? എന്തു പറ്റി? നമ്മുടെ സിംഹരാജാവിന്റെ കാലം കഴിയാറായി. മരിക്കുന്നതിനു മുമ്പ് രാജാവിന്റെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിന് രാജാവ് തന്നെ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഗുഹയിൽ നേരിട്ട് ചെന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും വായാടിക്കിളി പിന്നെ അവിടെ നിന്നില്ല. ചൂട് വാർത്തയല്ലേ. അവൾ കാട് മുഴുവൻ പറന്നു നടന്ന് ഈ വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇനി ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. ചൂടുള്ള വാർത്തയുമായി വായാടിക്കിളി ആദ്യം പോയത് മാനിന്റെ അടുത്തേക്കായിരുന്നു. അവൾ ഈ കാര്യം മാനിനെ അറിയിച്ചു. ഇത് കേട്ടതും മാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടനാണെന്ന് കരുതിയ നമ്മുടെ സിംഹരാജാവ് ഇത്തരം ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
അതെ അതെ, എന്തായാലും വെറുതെ കിട്ടുന്നതല്ലേ, എന്തിനു വിട്ടു കളയണം? വേഗം ചെന്ന് ഞാൻ ബാക്കിയുള്ളവരെ കൂടെ ഇത് അറിയിക്കട്ടെ. അങ്ങനെ വായാടി കിളി ചൂടുള്ള വാർത്ത ഓരോരുത്തരോടും ചെന്ന് പറഞ്ഞു. ചിലർ കേട്ട പാതി കേൾക്കാത്ത പാതി സിംഹത്തിന്റെ ഗുഹയിലേക്ക് വെച്ചു പിടിച്ചു. സിംഹത്തിന്റെ ഗുഹയിലെത്തിയ മൃഗങ്ങൾക്കെല്ലാം കിട്ടേണ്ടത് കിട്ടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിംഹത്തിന്റെ സൂത്രം ഫലിച്ചു. കുറച്ചു ദിവസത്തേക്ക് കുറുക്കനും സിംഹത്തിനും നല്ല ഭക്ഷണം തരമായി. ഇതൊന്നും അറിയാതെ ഒരു മുയൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കരടി അതുവഴി നടന്നു വന്നത്. കരടിയെ കണ്ടതും മുയൽ ചോദിച്ചു, ഹായ് കരടി ചേട്ടാ, എങ്ങോട്ടാ പതിവില്ലാതെ ഒരു യാത്ര? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? കരടി കിളിപ്പെണ്ണ് പറഞ്ഞ കാര്യം മുയലിനോട് പറഞ്ഞു. ഇത് കേട്ട മുയൽ ചിന്തിച്ചു, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കിളിപ്പെണ്ണിനോട് ആരാണ് ഈ കാര്യം പറഞ്ഞത്? അതറിയില്ല. ഞാനെന്തായാലും സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് പോവുകയാണ്. നീ വരുന്നുണ്ടോ? ഇല്ല, പോകാൻ വരട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? ഞാനൊന്ന് കിളിപ്പെണ്ണിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, കിളിപ്പെണ്ണല്ലേ? അതെ, ഞാൻ പിങ്കി മുയലാണ്. ഞാൻ ഒരു വാർത്ത കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വിളിച്ചതാണ്. നിന്നോട് ഈ വാർത്ത ആരാണ് പറഞ്ഞത്? എന്നോട് മന്ത്രിക്കുറുക്കനാണ് പറഞ്ഞത്. ഗുഹയിൽ പോയ മൃഗങ്ങൾ ആരെങ്കിലും പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? അതറിയില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി പോകണ്ട, ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. അങ്ങനെ മുയലും കരടിയും കൂടി ഒരുമിച്ച് സിംഹരാജാവിന്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. ഗുഹയ്ക്കരികിൽ എത്തിയതും മുയൽ പറഞ്ഞു, കരടിച്ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. മുയൽ ഗുഹയ്ക്കകത്ത് കയറാതെ കുറച്ചു നേരം പുറത്ത് ചുറ്റിയടിച്ചു. പിന്നെ ഗുഹയുടെ ഒരു വശത്ത് ഇരിപ്പായി. കുറച്ചു നേരമായി ആരും അകത്തേക്ക് വരാതിരുന്നത് കണ്ട് സിംഹം പുറത്തു വന്ന് നോക്കി. അതായിരിക്കുന്ന ഒരു മുയൽ. സിംഹം മുയലിനെ അകത്തേക്ക് വിളിച്ചു. എന്താണ് സുഹൃത്തെ പുറത്തിരിക്കുന്നത്? അകത്തേക്ക് വന്നാലും തനിക്കായി ഞാൻ എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് കാണണ്ടേ? ഓ, എനിക്കത്ര തിരക്കൊന്നുമില്ല രാജാവേ. അകത്ത് പോയവരൊക്കെ പുറത്തു വരട്ടെ, എന്നിട്ട് മതി എനിക്കുള്ള സമ്മാനം. ആര് പറഞ്ഞു അകത്താളുണ്ടെന്ന്? എല്ലാവരും സമ്മാനവും വാങ്ങി തിരികെ പോയല്ലോ. അങ്ങനെയല്ലല്ലോ രാജാവേ. ഇതാ ഈ മണ്ണിൽ നോക്കൂ, കുറേ പേർ അകത്തേക്ക് കയറി പോയതിന്റെ കാൽപ്പാടുകൾ. അതിലൊന്നു പോലും തിരികെ വന്നതായി കാണുന്നില്ല. അവരെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അവരെ അന്വേഷിച്ച് ഒരു ആനക്കൂട്ടം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് അതിബുദ്ധിമാനായ മുയലിന് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലായ സിംഹം വേഗം തന്നെ ഗുഹ വിട്ട് പേടിച്ചോടിപ്പോയി. പിന്നെ ആരും ദുഷ്ടനായ ആ സിംഹത്തെ കാട്ടിൽ കണ്ടിട്ടേയില്ല.